നിങ്ങൾ പറഞ്ഞത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. കാരണം ഗോകുലിന്റെ മരണം വല്ലാതെ വേദനിപ്പിക്കുന്നതും ആ കുട്ടിയുടെ മുഖം മനസ്സിൽ നിന്ന് പോവാതെ നിലനിൽക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഈ പയ്യൻ അതീവ ഗുരുതരമായിട്ടുള്ള അവനൊരു സൗഹൃദം ഉണ്ടായിരുന്നു. ആ സൗഹൃദം കുട്ടിയുടെ കൂടെ ഒരുമിച്ച് പോയി. അത് കഴിഞ്ഞൊരു പരാതി കൊടുത്തു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആ കുട്ടിയെ ഐഡന്റിഫൈ ചെയ്തു. അത് കഴിഞ്ഞ് അവന് മാനസികമായിട്ടുള്ള സമ്മർദ്ദം പോലീസ് സ്റ്റേഷനിൽ വെച്ചുകൊണ്ട് അവൻ നേരിട്ടു എന്നുള്ളതാണ്. അവിടെ ഇപ്പോ ആക്ഷൻ എടുത്തിരിക്കുന്നത് മെജോറിറ്റി ആയിരിക്കുന്ന ആ പയ്യനാണ് ഗോകുൽ. ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇന്ന് പോലീസ് ആക്ഷൻ. ഞാൻ DGPയോട് നേരിട്ട് സംസാരിച്ച കേസാണ് ഈ വിഷയം. അന്ന് അപകടം ഉണ്ടായപ്പോ അത് കഴിഞ്ഞ് SP യോട് നിരന്തരം സംസാരിച്ചു. ഇന്നലെ കാലത്തും സംസാരിച്ചു. അപ്പോ എന്നോട് DGP തുടക്കത്തിലെ പറഞ്ഞു, നമുക്ക് ജില്ലയിലുള്ള പോലീസുകാരെ മാറ്റി നിർത്തി ക്രൈംബ്രാഞ്ച് പോലെയുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. അപ്പൊ ഇപ്പൊ ആക്ഷൻ എടുത്തിരിക്കുന്നത് ഏറ്റവും താഴേക്കടയിലുള്ളതായിരിക്കുന്ന 2 ഉദ്യോഗസ്ഥന്മാരെയാണ്. ആ 2 ഉദ്യോഗസ്ഥന്മാർ മാത്രമാണോ ഇതിലെ പ്രതികൾ? അവർക്ക് മാത്രമാണോ ജാഗ്രത കുറവുണ്ടായത്? ജാഗ്രത കുറവ് മാത്രമല്ലല്ലോ ഈ കേസിൽ ഉണ്ടായിട്ടുള്ളത്. ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ടതായ ആളുകൾ മരിക്കുമ്പോൾ അത് മധു ഉൾപ്പെടെ അട്ടപ്പാടിയിലെ മധു മുതൽ അവസാനത്തെ ഗോകുൽ വരെയുള്ള നിരവധി ആളുകൾ, എന്റെ നിയോജകമണ്ഡലത്തിൽ തന്നെയുള്ള വിശ്വനാഥൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഭാര്യ 10-12 കൊല്ലം കഴിഞ്ഞ് പ്രസവിക്കാൻ പോകുമ്പോ ആ പ്രസവത്തിന് വേണ്ടി ഒരു കൂട്ടിയെടുത്തതായിരിക്കുന്ന പണം ഉപയോഗിച്ച് ആ പ്രസവത്തിനുള്ള കാര്യങ്ങൾ നീക്കുന്ന സമയത്താണ് ആൾക്കൂട്ട വിചാരണ നേരിട്ടുകൊണ്ട് ആ പ്രിയപ്പെട്ട ഹതഭാഗ്യനായിട്ടുള്ള ആ ചെറുപ്പക്കാരൻ തൂങ്ങി മരിച്ചത്. ഇതുപോലെ ഭയപ്പെടുത്തലിന് വിധേയനായിട്ടാണ് ഗോകുൽ അവസാനം ശൗചാലയത്തിൽ പോയി പിടഞ്ഞു മരിക്കുന്നത്, കഴുത്തിൽ കുരുക്കിട്ട് മരിക്കുന്നത്. ഇവിടെ ആദിവാസി സഹോദരന്മാരുടെ വിശ്വനാഥന്റെ കേസിൽ ഇതുവരെ ഒരാളെ നമ്മൾ അസംബ്ലി ചോദിച്ചു, നേരിട്ട് പറഞ്ഞു, വകുപ്പ് മന്ത്രി വന്ന് പ്രതികളെ പിടിക്കുമെന്ന് പറഞ്ഞു. ഒരു കാര്യം ഉണ്ടായില്ല. മുന്നോട്ട് പോവുകയാണ്. ഒരാളെയും അറസ്റ്റ് ചെയ്യാതെ മുന്നോട്ട് പോവാണ്. ഗോകുലിന്റെ കേസിലും ഒരു പ്രാധാന്യമില്ലാത്തതായിരിക്കുന്ന 2 ആളുകളെ പിടിച്ച് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ചുമത്തി അവർക്കെതിരായിട്ടുള്ള കാര്യത്തിലേക്ക് മാത്രം പോയി. ഇതിന് ഉത്തരവാദപ്പെട്ടതായിരിക്കുന്ന ആളുകൾക്കിടയിലേക്ക് പോയിട്ടില്ല. നേതൃത്വം കൊടുത്തതായിരിക്കുന്ന ആളുകൾക്കിടയിലേക്ക് പോയിട്ടില്ല. ഇതൊരു അതീവ ഗൗരവതരമായിട്ടുള്ള ഒരു സാഹചര്യമായി നമ്മുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഏറ്റവും പ്രധാനം നമ്മൾ ഇപ്പോൾ കേൾക്കുമ്പോൾ പലപ്പോഴും പ്രതിസ്ഥാനത്ത് പോലീസ് വരികയാണ്. അതായത് ആഭ്യന്തര വകുപ്പ് വളരെ നിഷ്ക്രിയമാവുകയാണ്. നമ്മുടെ പോലീസുകാർ ആർക്കു വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്? അവരുടെ ഉത്തരവാദിത്വം എന്താണ്? രാഷ്ട്രീയ സേവകരായി മാറുക മാത്രമാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പ് എന്ന് തോന്നിപ്പോകുന്ന വിധം കാര്യങ്ങൾ പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ പോലും പോലീസിനാകുന്നില്ല. അതായത് പ്രാഥമികമായ കർത്തവ്യങ്ങൾ പോലും നടപ്പിലാക്കാൻ ആഭ്യന്തര വകുപ്പിന് കഴിയാതെ വരികയാണ്. ആദിവാസി ഗോത്ര വിഭാഗത്തിൽപ്പെട്ടതായിരിക്കുന്ന ആളുകളെ, കുട്ടികളെ ഉൾപ്പെടെ അവർ കൈകാര്യം ചെയ്യുമ്പോൾ അതിനുണ്ടാവേണ്ട ഒരു ജാഗ്രതയും അതിലൊരു കെയറിംഗ് അറ്റ്മോസ്ഫിയറും അവർക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡിങ്ങും എല്ലാം ഉണ്ടാവണം. ഈ കുട്ടി കളവിന് പോയതല്ല, ഈ കുട്ടി കൊലപാതകത്തിന് പോയതല്ല, ഈ കുട്ടി വേറെ ഒരു സിവിയർ ക്രൈംസിന് നേതൃത്വം കൊടുത്ത കുട്ടിയല്ല. അവന് ഇഷ്ടപ്പെട്ടതായിരിക്കുന്ന ഒരു കുട്ടിയുടെ കൂടെ വർത്തമാനം പറഞ്ഞ് അവൻ മുന്നോട്ട് പോയി എന്നുള്ളതാണ് പ്രശ്നം. ആ കുട്ടിയെ കാണുന്നില്ല എന്ന് പറഞ്ഞൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ. അപ്പൊ അങ്ങനെയുള്ളതായിരിക്കുന്ന കേസുകളിൽ ഉണ്ടാവേണ്ടതായ അവധാനതയും ജാഗ്രതയും ഉണ്ട്. പോലീസിന്റെ ഇടപെടൽ ആവശ്യമുണ്ട്. കോൺഫിഡൻസ് ബിൽഡിംഗ് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരു പ്രതിസ്ഥാനത്തുള്ളതായിരിക്കുന്ന ആളെ പോലെ ട്രീറ്റ് ചെയ്യാൻ നിന്നാൽ അവരെന്ത് ചെയ്യും? അവര് സാമൂഹ്യ മണ്ഡലത്തിൽ അരികുവൽക്കരിക്കപ്പെട്ടതായിരിക്കുന്ന ആളുകളാണവർ. ആ അരികുവൽക്കരിക്കപ്പെട്ടതായിരിക്കുന്ന ആളുകളെ ഭീഷണിയും കൂടി പെടുത്തിയാൽ എന്തായിരിക്കും സ്ഥിതി? അതിന്റെ ഇരയാണ് ഗോകുൽ. ഇതിലെ പ്രതികൾ സാധാരണ ചെറിയതായിരിക്കുന്ന പരൽമീനുകളെ മാത്രം ഇതിന്റെ പ്രതികളാക്കി നിർത്തി വലിയതായിരിക്കുന്ന വൻസ്രാവുകളെ രക്ഷപ്പെടുത്താനുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പോലീസ് തന്നെയാണ് ഇവിടെ ഇരകളെ വേട്ടയാടുന്നതും ഇരകളെ ഭക്ഷിക്കുന്നതും. പോലീസ് ആണ് ഇവിടെ ഈ അതിക്രമങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുത്തിരിക്കുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.